കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ യമനിലെ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിന് ഏറെ ക്ഷീണമുണ്ടാക്കിയ ആക്രമണമായിരുന്നു ഇത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിനു ശേഷം ഇസ്രായേലിന് ഏറെ മുറിവേൽപ്പിച്ച ആക്രമണത്തിന് തിരിച്ചടിയുണ്ടാക്കും എന്നുറപ്പായിരുന്നു. ഇസ്രായേലിൻ്റെ നിരീക്ഷണ സംവിധാനങ്ങളെയെല്ലാം നോക്കുകുത്തിയാക്കിയാണ് ഹൂതി ആക്രമണം നടത്തിയത്. മുറിവേറ്റ് ഇസ്രായേൽ തിരിച്ചടിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഹൂതികളുടെ ആക്രമണത്തിന് പ്രതികാരമായി യമനിലെ തുറമുഖ നഗരമായ ഹൊദൈദയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് 3 പേർ മരിച്ചു, 87 പേർക്ക് പരിക്കേറ്റു. ഓയിൽ സ്റ്റോറേജ് പ്ലാന്റിൻ്റെയും പവർ പ്ലാന്റിൻ്റെയും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം. ആക്രമണത്തിന് പിന്നാലെ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെ തന്ത്രപ്രധാന മേഖലകൾ ആക്രമിച്ചു തകർക്കുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. തെക്കൻ ലെബനിൽ ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു. തെക്കൻ ലെബനിലെ 2 സൈനിക ഗോഡൌണുകൾ ആക്രമിച്ചതായി ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണ വിവരം ലെബനിലെ നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നാലെ ഹിസബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾക്കു നേരെയാണ് ആക്രമണമുണ്ടായതെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എക്സിലൂടെയാണ് ആക്രമണ വിവരം ഇസ്രായേൽ പുറത്തുവിട്ടത്. മിസൈലുകളും മറ്റ് ആയുധങ്ങളും സൂക്ഷിക്കുന്ന 2 സൈനിക വെയർഹൗസുകൾ ആക്രമിച്ചതായും ഇസ്രായേൽ എക്സിൽ കുറിച്ചു. എന്നാൽ ആരുടെ ഗോഡൌണാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടില്ല. അതിനിടെ ഗസയിൽ ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ബോംബാക്രമണത്തിൽ 12 പലസ്തീനുകാർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. കൂടാതെ മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങളിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ പലസ്തീനിലെ അധിനിവേശം അവസാനിപ്പിക്കണം എന്ന് രാജ്യാന്തര നീതിന്യായ കോടതി ഉത്തരവിട്ടതിനു പിന്നാലെയാണ് കനത്ത ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. അതിനിടെ രാജ്യാന്തര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിന് വീണ്ടും തിരിച്ചടി നേരിടുന്നു. പലസ്തീൻ ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റവും സെറ്റിൽമെൻറ്റും സ്ഥാപിക്കലും നിയമവിരുദ്ധമാണെന്നും കോടതി വിധിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും ICJ പറഞ്ഞു. കിഴക്കൻ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലുമാണ് ഇസ്രായേൽ കുടിയേറ്റം നടത്തുന്നത്. ഇത് രാജ്യാന്തര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി നിലവിലുള്ള എല്ലാ കുടിയേറ്റക്കാരെയും പലസ്തീനിൽ നിന്നും ഒഴിപ്പിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ബാധ്യതയാണെന്നും കോടതി പറഞ്ഞു. ഇതാദ്യമായാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ തീർപ്പു കൽപ്പിച്ചുള്ള വിധി ICJ നടത്തുന്നത്. എന്നാൽ കോടതിയുടെ കണ്ടെത്തലിനെ ഇസ്രായേൽ തള്ളിയിട്ടുണ്ട്. കോടതിയുടേത് ഏകപക്ഷീയമായ വിധിയാണ്. മേഖലയിൽ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ മാത്രമേ കുടിയേറ്റ വിഷയം പരിഹരിക്കാൻ സാധിക്കൂ എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ജൂതരാഷ്ട്രമായ ഇസ്രായേലിന് സ്വന്തം ഭൂമിയിൽ അധിനിവേശം നടത്താൻ സാധിക്കില്ലെന്നാണ് ICJ വിധിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്. നേരത്തെയും ഇസ്രായേലിനെതിരെ രാജ്യാന്തര നീതിന്യായ കോടതി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഗസയിലെ റഫേൽ നടത്തിവരുന്ന സൈനിക നടപടികൾ ഉടൻ നിർത്തിവെക്കാൻ ഇസ്രായേലിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഗസയിലേക്ക് സഹായം എത്തിക്കാൻ റഫ അതിർത്തി തുറക്കാനും കോടതി ഉത്തരവിട്ടിരുന്നു. ഇക്കാര്യങ്ങളിൽ ഇസ്രായേൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കണമെന്നും രാജ്യാന്തര കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേലിനെതിരായ വംശഹത്യ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾക്ക് ഗസയിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കോടതി നിർദ്ദേശം ഇസ്രായേൽ അന്നും തള്ളിയിരുന്നു. ഗാസയിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഹമാസ് പോരാളികൾക്കെതിരെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെന്നായിരുന്നു ഇസ്രായേലിൻ്റെ വാദം.